ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ സകല രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മൾക്ക് ഈ ലോകത്തിൽ ഒന്നും നമുക്ക് പുകഴാനൊന്നുമില്ല. നമ്മളുടെ പാപങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ സ്തോത്ര കർത്താവായ യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. നമ്മൾക്ക് ഏവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഉയർത്തെഴുന്നേറ്റത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. മറ്റ് ലോകത്തിൽ ഒരു ജാതീയപരമായോ അല്ലാതോ ഒന്നും ആർക്കും അങ്ങനെ ഒരു കേൾവി കേട്ടിട്ടില്ല എന്ന് എൻ്റെ ഒരു അറിവ്. ആ പുത്രനിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങളെ ശുദ്ധീകരിക്കുവാൻ ശക്തനായ കർത്താവിൻ്റെ പാദപീഠയെ നമുക്ക് ഈ നാളുകളിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കണമെങ്കിൽ നമ്മളുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന ദൈവമാണ്. നാശത്തിൽ വീണുകൊണ്ടിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും നാശത്തിൽ നിന്ന് കരകയറ്റി നമ്മെ അവൻ്റെ മക്കളാക്കി തീർക്കുന്നതിന് വേണ്ടി നമ്മൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. യേശു ക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് പരിഹാരമായി അവൻ 2 കള്ളന്മാരുടെ മധ്യേ അവൻ അനുഭവിച്ച കഷ്ടതകൾ, വേദനകളൊക്കെ നമ്മൾക്ക് അറിയാവുന്ന വ്യക്തിത്വങ്ങളാണ്. അവൻ ചെമ്മട്ടി കൊണ്ട് അടിപ്പാനും തലയിൽ മുൾക്കിരീടം വെച്ച അവന് കുടിപ്പാന് ദാഹിച്ചപ്പോൾ വെള്ളം പോലും കൊടുക്കാതെ ചൊറുക്ക കൊടുത്തു. അങ്ങനെ പല രീതിയിൽ അവൻ കഷ്ടങ്ങൾ നമ്മൾക്ക് വേണ്ടി അനുഭവിച്ചു. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ക്ഷമിക്കുവാൻ വേണ്ടി അവൻ്റെ സകല അവൻ ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. നമ്മൾക്ക് ഓരോരുത്തർക്കും പറയാം, എനിക്കായി ജീവിക്കുന്നു. എൻ്റെ ഹൃദയം കൊണ്ട് നാം വിശ്വസിച്ചുകൊണ്ട് വായ് കൊണ്ട് നാം ഏറ്റു പറയുന്നുവെങ്കിൽ നമ്മുടെ പാപങ്ങൾക്ക് വീണ്ടും പരിഹാരമായി സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച ആ ക്രിസ്തുവിനെ നമ്മൾക്ക് ഓർക്കാൻ. പ്രിയമുള്ളവരെ, മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിപ്പാൻ കഴിയാതെ ദൈവത്തിൻ്റെ ഈ ലോകത്തിൽ ആരുമില്ല. ഒരു ദൈവത്തിൻ്റെ നാമമല്ലാതെ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മീതെ എൻ്റെ ദൈവത്തിൻ്റെ നാമമല്ലാതെ മറ്റാർക്കും